എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് +1 കെമിസ്ട്രി ടെക്സ്റ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്ററാണ്. ആറ്റം മോഡൽസ് എന്ന സെക്ഷനാണ് ഇവിടെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആറ്റം മോഡൽസ് കുറേയധികം സയൻറ്റിസ്റ്റുകൾ കുറേയധികം ആറ്റം മോഡൽസ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ജെ തോംസൻ്റെ പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആറ്റവും റുദർഫോർഡിൻ്റെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റവും അതിൽ നിന്നുള്ള എക്സ്റ്റൻഷനായിട്ട് വരുന്ന ബോർ മോഡൽ ഓഫ് ആറ്റവും ആണ്. ആദ്യമായിട്ട് എന്താണ് ജെ തോംസൻ്റെ ആറ്റം മോഡൽ എന്ന് നമുക്ക് നോക്കാം. ആറ്റം മോഡൽ ബൈ ജെ തോംസൺ. ഈ ആറ്റം മോഡൽ അറിയപ്പെടുന്നത് പ്ലം പുഡിംഗ് മോഡൽ, വാട്ടർ മെലൺ മോഡൽ എന്നൊക്കെയാണ്, റൈസിൻ പുഡിൻ മോഡൽ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. നമുക്ക് നോക്കാം എന്താണ് ജെ തോംസൻ്റെ ആറ്റം മോഡൽ. അതിൻ്റെ പോസ്റ്റുലേറ്റ്സ് ആണ് എഴുതി വെച്ചിരിക്കുന്നത്. The positive charge of the atom is uniformly distributed and the electrons are embedded into it. ജെ തോംസൻ്റെ ആറ്റം മോഡൽ പ്രകാരം പോസിറ്റീവ് ചാർജ് എന്നത് യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ആറ്റത്തിൽ എന്നാണ് പറയുന്നത്. അതുപോലെ ഇലക്ട്രോൺസ് എംബഡഡ് ചെയ്ത് കിടക്കുന്നു ആ ഒരു റൗണ്ടഡ് ഷേപ്പിൽ. ഏകദേശം ഇതേപോലെ പോസിറ്റീവ് ചാർജ് കൂടി കിടക്കുന്നു. അവിടെ എവിടേക്കോ ഇലക്ട്രോൺസ് ഇങ്ങനെ കാണപ്പെടുന്നു. Positive charge of the atom is uniformly distributed and the electrons are embedded into it. ഇലക്ട്രോൺസ് ഇത്തരത്തിൽ എംബഡഡ് ചെയ്ത് കിടക്കുന്നത് കൊണ്ടാണ് അതിനെ പ്ലം പുഡിംഗ് മോഡൽ, റൈസിൻ പുഡിൻ മോഡൽ അല്ലെങ്കിൽ വാട്ടർ മെലൺ മോഡൽ എന്നൊക്കെ വിളിക്കുന്നത്. ഒരു ലഡു നമ്മൾ സങ്കല്പിക്കുക കടയിൽ നിന്ന് വാങ്ങണേ. ആ ലഡു കാണുമ്പം ആ ലഡുവിൻ്റെ സൈഡിൽ ചിലപ്പം കുറച്ച് മുന്തിരിങ്ങ പോലെ കാണും, മുന്തിരി ഉണ്ടാവും. അതുപോലെയാണ് ഇവിടെ ലഡു ആകുന്ന പോസിറ്റീവ് ചാർജിൽ യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെടുക്കുന്ന ലഡുവിൽ അവിടെ ഇലക്ട്രോൺസിൻ്റെ കോൺട്രിബ്യൂഷനായിട്ട് നിൽക്കുന്നത് മുന്തിരിയാണ്. അതേപോലെ നമ്മൾ ഈ ആറ്റം മോഡൽ കൺസിഡർ ചെയ്യേണ്ടതാണ്. അങ്ങനെ ആകുമ്പം എളുപ്പമായിട്ട് മാറും. ഒന്നുകൂടെ വായിക്കാം. പോസിറ്റീവ് ചാർജ് ഓഫ് ദി ആറ്റം ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് ദി ഇലക്ട്രോൺസ് ആർ എംബഡഡ് ഇൻ ടു ഇറ്റ്. ഇറ്റ് ഈസ് നൗൺ ആസ് പ്ലം പുഡിൻ, റൈസിൻ പുഡിൻ ഓർ വാട്ടർ മെലൺ ആറ്റം മോഡൽ. വാട്ടർ മെലൺ ആറ്റം മോഡൽ. This atom model is able to explain the electrical neutrality of the atom. എന്തുകൊണ്ടാണ് ഇത് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഓഫ് ആറ്റം സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ട്. പോസിറ്റീവ് ചാർജ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എടുക്കുന്നു, അതിനനുസരിച്ച് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രോൺസ് മീൻസ് നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും ഉണ്ടായത് കൊണ്ടിട്ടാണ് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത ആറ്റം മോഡലാണ് ജെ തോംസൻ്റെ പ്ലം പുഡിൻ മോഡൽ എന്ന് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത് പോകുന്നത് റുദർഫോർഡിൻ്റെ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം എന്ന സെക്ഷനിലേക്കാണ്. റുദർഫോർഡിൻ്റെ ആറ്റം മോഡൽ നല്ല ഇമ്പോർട്ടൻസ് ആണ്. കാരണം പുള്ളിക്കാരൻ ആദ്യം ഒരു എക്സ്പെരിമെൻ്റ് നടത്തി. ആ എക്സ്പെരിമെൻറ്റിൽ പുള്ളിക്കാരൻ കുറച്ച് ഒബ്സർവേഷൻ കണ്ടു. ആ ഒബ്സർവേഷൻ അനുസരിച്ച് കുറച്ച് കൺക്ലൂഷൻസ് കണ്ടു. ആ കൺക്ലൂഷൻ അനുസരിച്ച് പുള്ളിക്കാരൻ ആറ്റം മോഡൽ പ്രപ്പോസ് ചെയ്തതിൻ്റെ പോസ്റ്റുലേറ്റ്സ് ഇറക്കി. ആ പോസ്റ്റുലേറ്റ്സ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡ്രോബാക്സ് കണ്ടു. ഇത്തരത്തിൽ എക്സ്പെരിമെൻറ്റ്, അവിടെ നടന്ന ഒബ്സർവേഷൻ, അതിൻ്റെ കൺക്ലൂഷൻ, അതിൽ നിന്നുണ്ടായ പോസ്റ്റുലേറ്റ്സ്, അതിൽ നിന്ന് പുള്ളീൻ്റെ ഡ്രോബാക്സ്, ഇത്രയും കാര്യങ്ങൾ ഇവിടെ പഠിക്കാനുണ്ട്. നമുക്ക് ആദ്യമായിട്ട് റുദർഫോർഡ് നടത്തിയ ആൽഫ സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റ് നോക്കാം. എന്താണ് റുദർഫോർഡിൻ്റെ എക്സ്പെരിമെൻറ്റ്? അറിയപ്പെടുന്നത് ആൽഫ സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റ് എന്നതാണ്. ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റ്, അതായത് എ സ്ട്രീം ഓഫ് ഹൈ എനർജി ആൽഫ പാർട്ടിക്കിൾ ഫ്രം എ റേഡിയോ ആക്റ്റീവ് സോഴ്സ് ഡയറക്റ്റഡ് അറ്റ് എ തിൻ ഗോൾഡ് ഫോയിൽ. ഇതിനെ നമ്മൾ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് എന്നും പറയാറുണ്ട്. അതായത് ആൽഫ പാർട്ടിക്കിൾ എന്നത് നമ്മളൊരു സോഴ്സിൽ നിന്നും ഹൈ വെലോസിറ്റിയിലേക്ക് ഗോൾഡ് ഫോയിൽ, തിന്നായിട്ടുള്ള ഗോൾഡ് ഫോയിലിലേക്ക് ബൊമ്പാർഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഹൈ വെലോസിറ്റിയിൽ പാസ് ചെയ്യപ്പെടുന്നു. ആ ഗോൾഡ് ഫോയിലിൻ്റെ തിക്നെസ് വളരെ കുറവാണ്. 100 നാനോമീറ്റർ തിക്നെസ് ആണ് അറൗണ്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഹൈ വെലോസിറ്റിയിൽ ഗോൾഡ് ഫോയിലിലേക്ക് ആൽഫ പാർട്ടിക്കിൾസ് പാസ് ചെയ്തപ്പോൾ അവിടെ എന്തൊക്കെ ഒബ്സർവേഷൻസ് കണ്ടു എന്ന ഒബ്സർവേഷനാണ് ആദ്യമായിട്ടിവിടെ പഠിക്കാനുള്ളത്. കണ്ട ഒബ്സർവേഷൻ ഇങ്ങനെയായിരുന്നു. ഒന്നാമത്തെ ഒബ്സർവേഷൻ, മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ പാസ്ഡ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ അൺഡിഫ്ലക്റ്റഡ്. കുറേ ആൽഫ പാർട്ടിക്കിൾ ഒരു ഡിഫ്ലക്ഷനും ഇല്ലാതെ സ്ട്രെയിറ്റ് ലൈനായി അതിലേക്കൂടെ കടന്നുപോയി. രണ്ടാമത്തെ ഒബ്സർവേഷൻ എന്നത് എ സ്മാൾ ഫ്രാക്ഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഡിഫ്ലക്റ്റഡ് ബൈ സ്മാൾ ആംഗിൾ. ഒരു ചെറിയ ഫ്രാക്ഷൻ ആൽഫ പാർട്ടിക്കിൾസിന് ചെറിയ ഡിഫ്ലക്ഷൻ കണ്ടു, എ സ്മാൾ ആംഗിൾ. ഇനി അടുത്ത എ വെരി ഫ്യൂ പാർട്ടിക്കിൾസ്, അതായത് വളരെ കുറച്ച് പാർട്ടിക്കിൾസിന് എ വെരി ഫ്യൂ ഫ്രാക്ഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ്
അതായത് 20,000 പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണത്തിന് എന്നതാണ് NCERT പറയുന്നത്. എ വെരി ഫ്യൂ ഫ്രാക്ഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് ബൗൺസ്ഡ് ബാക്ക് എന്ന് വെച്ചാൽ ഡയറക്റ്റ് കൊളിഷൻ വന്നു, അതായത് തിരിച്ച് അങ്ങോട്ട് പോയാൽ അതേപോലെ തന്നെ തിരിച്ചും വന്നു ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയാം. അതായത് 180 ഡിഗ്രി ഡിഫ്ലക്ഷൻ സംഭവിച്ചു. അപ്പം ഇത്ര ഒബ്സർവേഷനിൽ നിന്നിട്ട് ഇതിനനുസരിച്ചുള്ള കൺക്ലൂഷനാണ് റുദർഫോർഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം നമുക്കടുത്ത കൺക്ലൂഷൻ പഠിക്കാം. അപ്പോൾ കൺക്ലൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ കൺക്ലൂഷൻ മോസ്റ്റ് ഓഫ് ദി സ്പേസ് ഇൻ ആൻ ആറ്റം എംപ്റ്റി എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പുള്ളിൻ്റെ ആദ്യത്തെ ഒബ്സർവേഷൻ കണ്ടു മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് പാസ് ചെയ്ത് പോയി വിത്തൗട്ട് എനി ഡീവിയേഷൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് കാരണം ഒരു ആറ്റത്തിലെ മോസ്റ്റ് ഓഫ് ദി സ്പേസ് എംപ്റ്റി ആയതുകൊണ്ടിട്ടാണ് എന്നാണ്. മോസ്റ്റ് ഓഫ് ദി സ്പേസ് ഇൻ ആൻ ആറ്റം ഈസ് എംപ്റ്റി, ദാറ്റ് ഈസ് വൈ ദി മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ പാസ്ഡ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ ആൻഡ് ഡിഫ്ലക്ഷൻ ഇല്ലാതെ പോയത്. ഇനി രണ്ടാമത്തെ കൺക്ലൂഷൻ നോക്കാം. സ്മാൾ ഫ്രാക്ഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഡിഫ്ലക്റ്റഡ് ഡ്യൂ ടു റിപ്പൽഷൻ. ഇറ്റ് സജസ്റ്റ് ദാറ്റ് പോസിറ്റീവ് ചാർജ് ഈസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദി ആറ്റം. വളരെ കുറച്ചു ഫ്രാക്ഷൻ ആറ്റംസ് ആൽഫ പാർട്ടിക്കിൾസിന് മാത്രമാണ് ചെറിയ രീതിയിൽ ഡിഫ്ലക്ഷൻ ഉണ്ടായത്. ഇത്തരത്തിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നതിന് കാരണം പോസിറ്റീവ് ചാർജിൻ്റെ പ്രസൻസ് ആണ്. ഇത്തരത്തിൽ വളരെ കുറച്ച് പാർട്ടിക്കിൾസിന് മാത്രമേ ഡിഫ്ലക്ഷൻ ഉണ്ടായതുള്ളൂ. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം പോസിറ്റീവ് ചാർജ് ഗോൾഡ് ഫോയിൽ അവിടെ കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ. മീൻസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല, പ്ലംപൊടി മോഡലിലെ കൂട്ട് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല, ആറ്റത്തിൻ്റെ കുറച്ച് ഭാഗത്ത് ഡെൻസിലി ലൊക്കേറ്റഡ് ആണെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് സ്മാൾ ഫ്രാക്ഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് ഡിഫ്ലക്റ്റഡ് ഡ്യൂ ടു റിപ്പൽഷൻ. ഇറ്റ് സജസ്റ്റ് ദാറ്റ് പോസിറ്റീവ് ചാർജ് ഈസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദി ആറ്റം എന്നത്. അടുത്തത് പറഞ്ഞു വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് ബൗൺസ് ബാക്ക് ചെയ്തു, അല്ലെങ്കിൽ അതിന് തിരിച്ചു വന്നു എന്ന് പറഞ്ഞത്. ഡ്യൂ ടു ഡയറക്റ്റ് കൊളിഷൻ ബൈ ന്യൂക്ലിയസ് എ വെരി ഫ്യൂ ഫ്രാക്ഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് ഗെറ്റ് ബൗൺസ്ഡ് ബാക്ക്. ഡയറക്റ്റ് കൊളിഷൻ ബൈ ന്യൂക്ലിയസ്, ഈ ഗോൾഡിൻ്റെ അവിടെ ഉണ്ടാക്കിയേക്കുന്ന ആ ഒരു ഗോൾഡ് ആറ്റംസിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഡയറക്റ്റ് കൊളിഷൻ കൊണ്ടിട്ടാണ് വെരി ഫ്യൂ പാർട്ടിക്കിൾസ് ബൗൺസ് ബാക്ക് ചെയ്തത്. ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. ആൽഫ സ്കാറ്ററിങ് എക്സ്പെരിമെൻ്റ് നടത്തിയപ്പോഴത്തേക്ക് ആൽഫ പാർട്ടിക്കിൾസ് ഗോൾഡ് ഫോയിലിലേക്കാണ് ഹൈ വെലോസിറ്റിയിൽ ബോംബാർഡ് ചെയ്യപ്പെട്ടത്. ഇത്തരത്തിൽ അത് ഗോൾഡ് ഫോയിൽ എത്തിയോ എന്നറിയാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഡിറ്റക്ഷൻ കൂടി ഉണ്ടായിരുന്നു. അതായത് ZnS സിങ്ക് സൾഫൈഡിൻ്റെ ഒരു കോട്ടിങ്സ് ആ ഗോൾഡ് ഫോയിലിൽ ഉണ്ടാക്കിയിരിക്കുന്നു. അതായത് അവിടെ ഒരു ഇലൂമിനേഷൻസ് ഉണ്ടാകും ഈ ആൽഫ പാർട്ടിക്കിൾസ് അവിടെ വന്ന് പതിക്കുമ്പോൾ. ഇലൂമിനേഷൻ മീൻസ് ഒന്നുകിൽ ഒരു ലുമിനസ് കളറിൻ്റെ ഒരു പ്രസൻസോ അല്ലെങ്കിൽ ലൈക്ക് ഫ്ലൂറസെൻസ് അങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടി അവിടെ ഫോം ചെയ്യപ്പെടുന്ന ഒരു ടെക്നോളജിയും കൂടെ ആൽഫ പാർട്ടിക്കിൾ എക്സ്പെരിമെൻറ്റിൽ റുദർഫോർഡ് സജസ്റ്റ് ചെയ്ത് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒബ്സർവേഷനും കഴിഞ്ഞു, കൺക്ലൂഷനും കഴിഞ്ഞു. ഇനി പുള്ളീൻ്റെ പോസ്റ്റുലേറ്റ്സ്. അപ്പം അടുത്ത പോസ്റ്റുലേറ്റ്സിലേക്ക് പോകാം. പോസിറ്റീവ് ചാർജ് ആൻഡ് മോസ്റ്റ് ഓഫ് ദി മാസ് ഇൻ കോൺസെൻട്രേറ്റഡ് ഇൻ എക്സ്ട്രീംലി സ്മാൾ റീജിയൻ കാൾഡ് ന്യൂക്ലിയസ്. അപ്പോൾ പുള്ളി ന്യൂക്ലിയസ് എന്നൊരു ഡെഫിനിഷനും കൊടുത്തിരിക്കുകയാണ്. പോസിറ്റീവ് ചാർജ് ആൻഡ് മോസ്റ്റ് ഓഫ് ദി മാസ് ഇൻ കോൺസെൻട്രേറ്റഡ്. പോസിറ്റീവ് ചാർജും ആറ്റത്തിൻ്റെ കൂടുതൽ മീൻസ് ഒരു ഹെഡ് പോർഷൻ മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എക്സ്ട്രീംലി സ്മാൾ റീജിയനിലാണ്. അതിന് പറയുന്ന ഒരു ന്യൂക്ലിയസ് എന്നാണ്. ഇനി രണ്ടാമത് പറഞ്ഞതാണ് ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് അറൗണ്ട് ദി ന്യൂക്ലിയസ് ഇൻ സർക്കുലർ പാത്ത് വിത്ത് ഹൈ സ്പീഡ് കാൾഡ് ഓർബിറ്റ്. ഇലക്ട്രോൺസ് ആറ്റം മോഡലിൽ കറങ്ങുന്നത് ന്യൂക്ലിയസിന് സറൗണ്ട് ചെയ്തിട്ടാണ്, ഇൻ സർക്കുലർ പാത്തിലാണ്, വിത്ത് ഹൈ സ്പീഡാണ്, കോൾഡ് ഓർബിറ്റ്. ആ പാത്തിന് പറയുന്നവരാണ് ഓർബിറ്റ്. അതുപോലെ തന്നെ പറയുന്നുണ്ട് ഇലക്ട്രോൺസ് ആൻഡ് ന്യൂക്ലിയസ് ഹെൽഡ് ടുഗദർ ബൈ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇലക്ട്രോൺസും ന്യൂക്ലിയസും അവിടെ ഹെൽഡ് ചെയ്യുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടായതുകൊണ്ടിട്ടാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. അടുത്ത നമുക്ക് റുദർഫോർഡ് ആറ്റം മോഡലിൻ്റെ ഡ്രോബാക്സിലോട്ട് പോകാം. ഹി കനോട്ട് എക്സ്പ്ലെയിൻ ദി എനർജി ഓഫ് ദി ആറ്റം. എനർജിയെക്കുറിച്ചിട്ട് ഒന്നും പറയാൻ നമ്മുടെ പാവ റുദർഫോർഡിന് കഴിഞ്ഞില്ല എന്നതാണ് പുള്ളീൻ്റെ ഫസ്റ്റ് ഡ്രോബാക്ക്. ഹി കനോട്ട് എക്സ്പ്ലെയിൻ ദി എനർജി ഓഫ് ദി ആറ്റം. എനർജിയെക്കുറിച്ചിട്ട് എന്തുകൊണ്ട് പുള്ളിക്കാരൻ പറഞ്ഞില്ല? എനർജിയെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നത് നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടറാണ്. അതായത് എനർജിയെക്കുറിച്ചിട്ട് പുള്ളിയൊന്നും പറഞ്ഞില്ല. ഒരു തിയറി ഉണ്ട്, മാക്സ്വെല്ലിൻ്റെ തിയറി. അതായത് പുള്ളീൻ്റെ പോസ്റ്റുലേറ്റ്സിൽ പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രോൺസ് നല്ല രീതിയിൽ ആക്സലറേറ്റ് ചെയ്തിട്ട് ആണ് ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നത് എന്ന്. ഇത്തരത്തിൽ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾസ്
ആക്സലറേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാകും? അവിടെ എനർജി ഉണ്ടാകും, എനർജി ലോസ് ഉണ്ടാകും. ഇവിടെ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും കിടന്ന് കറങ്ങുകയാണ്. ഇത്തരത്തിൽ കറങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെ പൊസിഷൻ മാറുന്നുണ്ട്. സർക്കുലർ പാത്തിലല്ലേ മൂവ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് അതിന് അവിടെ ഒരു ആക്സലറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ അവിടെ എനർജി എമിറ്റ് ചെയ്യപ്പെടുകയും ഇത്തരത്തിൽ എനർജി അതിന് നഷ്ടപ്പെടുക ചെയ്യുന്നത് കൊണ്ടിട്ട് ആറ്റംസ് ഷ്രിങ്ക് ചെയ്തു പോവുകയും ഫൈനലി ആ ഇലക്ട്രോൺസിൻ്റെ എനർജി നഷ്ടപ്പെട്ടിട്ട് അത് ന്യൂക്ലിയസിൽ വന്ന് പതിക്കുകയും ചെയ്യും എന്നതാണ് മാക്സ്വെൽസിൻ്റെ തിയറി. അപ്പം ഈ തിയറി പ്രകാരം ഈ ഒരു പോസ്റ്റുലേറ്റ്സ് പുള്ളിക്കാരനൊന്നും പറയാൻ പറ്റിയില്ല. ഓക്കെ, അടുത്ത ഹി ക്യാൻ എക്സ്പ്ലെയിൻ ദി സ്റ്റെബിലിറ്റി ഓഫ് ദി ആറ്റം. എനർജി കണ്ടുപിടിക്കാതെ എങ്ങനെ സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കും? അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഹി കനോട്ട് എക്സ്പ്ലെയിൻ ദി സ്റ്റെബിലിറ്റി ഓഫ് ദി ആറ്റം. ഹി സേ നത്തിങ് അബൌട്ട് ദി ഇലക്ട്രോണിക് സ്ട്രക്ചർ ഓഫ് ആറ്റം. ഇലക്ട്രോൺസിനെ കുറിച്ചിട്ട് പറഞ്ഞു, പക്ഷേ ഇലക്ട്രോൺസ് എങ്ങനെയാണ്, എവിടെയാണ്, എത്രയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതാണ് ഇലക്ട്രോണിക് സ്ട്രക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രോണിക് സ്ട്രക്ചറിനെ കുറിച്ചിട്ട് പുള്ളിക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഇതൊക്കെയാണ് റുദർഫോർഡിൻ്റെ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ ഡ്രോബാക്സ്. ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം എന്ന് വിളിക്കുന്നതിന് കാരണമുണ്ട്. ഇത് ഒരു സോളാർ സിസ്റ്റത്തിൽ സണ്ണിന് ചുറ്റും നമ്മുടെ പ്ലാനറ്റ്സ് കറങ്ങുന്ന ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഈ ഒരു ആറ്റം മോഡൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടിട്ടാണ് അതിനെ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം എന്ന് വിളിക്കുന്നത് എന്ന് നമുക്ക് തന്നെ പറയാം. അടുത്തതായിട്ട് നമ്മൾ ബോർ മോഡൽ ആറ്റത്തിലേക്ക് പോകും. ബോർസ് ആറ്റം മോഡൽ. അപ്പം ബോർസ് ആറ്റം മോഡൽ അതിലേക്ക് പോകുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറുമാണ്. എന്താണൊരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു ഇലക്ട്രിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആക്സിലറേറ്റഡ് ആയിട്ട് പോകുമ്പോഴത്തേക്ക് അൾട്ടർനേറ്റ് ആയിട്ട് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും, അത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. ഈ ഫീൽഡ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഒരു വേവ് ഉണ്ടാകുന്നതിന് കാരണമാകും. അതിന് പറയുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. ഒന്നുകൂടെ കേൾക്കുക, മനസ്സിലായില്ലെങ്കിൽ ഇതൊന്നും എക്സാമിന് അങ്ങനെ ചോദിക്കുന്ന കാര്യവുമല്ല. എനിവേ, വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്നതാണ് ആദ്യം പറയുന്നത്. വേവ് നേച്ചർ, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന് തരംഗ ചലനമുണ്ട്, വേവ് നേച്ചർ ഉണ്ട് എന്ന് പറയുമ്പം നമ്മളവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്. C = ന്യൂ ലാംഡ. C എന്ന് വെച്ചാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് 3 × 10⁸ m/s ആണ്. അടുത്ത ന്യൂ എന്നത് ഫ്രീക്വൻസിയാണ്, ലാംഡ എന്നത് വേവ് ലെങ്ത് ആണ്. ഇത് വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്യാൻ പഠിച്ചിരിക്കണം എന്നതാണ് ഇവിടെ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ടെക്സ്റ്റിൽ 35 പേജിൽ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ടുണ്ട്, പോയി നോക്കുക. ഈ ഇക്വേഷൻ പഠിച്ചാൽ മതി. C = ന്യൂ ലാംഡ. ഇനി അടുത്ത പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്നതാണ്. അതായത് നമ്മൾ വേവ് നേച്ചർ പറഞ്ഞപ്പോൾ ആ ഒരു ഇക്വേഷൻ കൂടെ പറഞ്ഞു. ഇനി പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന കാര്യമാണ്. പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ കൂടെ നമുക്ക് പഠിക്കാനുള്ള മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് ബ്ലാക്ക് ബോഡി, രണ്ടാമത്തത് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി, മൂന്നാമത്തത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. എന്താണൊരു ബ്ലാക്ക് ബോഡി എന്ന് ചോദിച്ചാൽ, ബ്ലാക്ക് ബോഡി എന്നതൊരു ഐഡിയൽ ബോഡിയാണ്. അതിന് ഏതൊരു റേഡിയേഷൻ ഉള്ള ഏത് ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷനെയും അബ്സോർബ് ചെയ്യാനും എമിറ്റ് ചെയ്യാനുമുള്ള പ്രോപ്പർട്ടി ഉണ്ട് എന്നതാണ്. ഒന്നുകൂടെ പറയാം, ബ്ലാക്ക് ബോഡി എന്നാൽ ഒരു ബോഡിയാണ്. അതിന് എല്ലാ ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷനെ അബ്സോർബ് ചെയ്യാനും എമിറ്റ് ചെയ്യാനുമുള്ള പ്രോപ്പർട്ടി ഉണ്ട്. ഇറ്റ് ഈസ് ദി ഐഡിയൽ ബോഡി വിച്ച് എമിറ്റ് ആൻഡ് അബ്സോർബ് റേഡിയേഷൻസ് ഓഫ് ഓൾ ഫ്രീക്വൻസീസ് കാൾഡ് ബ്ലാക്ക് ബോഡി. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ബ്ലാക്ക് ബോഡി എന്താണ്, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്താണ് എന്നതായിരിക്കും സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ആൻഡ് ദി റേഡിയേഷൻ എമിറ്റഡ് ബൈ ബ്ലാക്ക് ബോഡി ഇസ് കാൾഡ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. ബ്ലാക്ക് ബോഡിയിൽ നിന്നിട്ട് റേഡിയേഷൻസ് എമിറ്റ് ചെയ്ത് വരുന്നതിനെയാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയുന്നത്. ബ്ലാക്ക് ബോഡി എന്നത് ഒരു ഐഡിയൽ ബോഡിയാണ്. അതിന് എല്ലാ ഫ്രീക്വൻസീസിലുമുള്ള റേഡിയേഷനെ അബ്സോർബ് ചെയ്യാനും എമിറ്റ് ചെയ്യാനുമുള്ള കഴിവുണ്ട്. അപ്പം ബ്ലാക്ക് ബോഡി എന്നത് എന്താണ് എന്ന് എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അടുത്ത് നമുക്ക് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയിലേക്ക് പോകാം. പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി പറയുന്നത്
ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എമിറ്റ് ഓർ അബ്സോർബ് എനർജി ഓൺലി ഇൻ ഡിസ്ക്രീറ്റ് ക്വാണ്ടിറ്റീസ് എന്നതാണ്. അതായത് ഒരു ആറ്റത്തിൽ എനർജി കിട്ടുകയോ അല്ലെങ്കിൽ എനർജി മൂവ് ചെയ്യപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോൾ, ഒരു എക്സാമ്പിൾ പറയാം, ലൈറ്റ് ഒരു എനർജിയാണ്. അത് മൂവ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് അല്ല, അതൊരു ക്വാണ്ടിറ്റി ആയിട്ടാണ്. അതായത് എനർജീൻ്റെ പാക്കറ്റുകളായിട്ടാണ് മൂവ് ചെയ്യുന്നത്. നമ്മൾ പറയുന്നത് പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ അല്ലെങ്കിൽ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് എനർജി അല്ലേ. അപ്പോൾ ഒരു എനർജി മൂവ് ചെയ്യപ്പെടുന്നത് പാർട്ടിക്കിൾസിൻ്റെ രൂപത്തിലാണ് എന്ന് പറയുന്ന തിയറിയാണ് പ്ലാങ്ക്സിൻ്റെ ക്വാണ്ടം തിയറി. ക്വാണ്ട എന്നാൽ ഡിസ്ക്രീറ്റ് യൂണിറ്റ് അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് പീസ് അല്ലെങ്കിൽ ഓരോ കട്ട പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറയും, ഓരോ അങ്ങനെയൊക്കെ പറയും അല്ലേ. ഓരോ ബ്ലോക്കായിട്ട് ഇരിക്കും, പാക്കറ്റ് പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറയും പ്ലാങ്ക്സ് ക്വാണ്ടം എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് നോക്കാം. ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എമിറ്റ് ഓർ അബ്സോർബ് എനർജി ഓൺലി ഇൻ ഡിസ്ക്രീറ്റ് ക്വാണ്ടിറ്റീസ് നോട്ട് ഇൻ കണ്ടിന്യൂസ് മാനർ. കണ്ടിന്യൂസ് മാനർ അല്ല, എനർജി പാക്കറ്റുകളായിട്ടാണ് എനർജി മൂവ് ചെയ്യപ്പെടുന്നത്. ഹി നെയിംഡ് സ്മാളസ്റ്റ് ക്വാണ്ടിറ്റി ഓഫ് എനർജി കാൾഡ് ക്വാണ്ടം. അപ്പോൾ ആ സ്മാളസ്റ്റ് ക്വാണ്ടിറ്റി ഓഫ് എനർജി പാക്കറ്റിന് മാക്സ് പ്ലാങ്ക് എന്ന സയൻറ്റിസ്റ്റ് ക്വാണ്ടം എന്ന പേര് കൊടുത്തു. അതിൽ നിന്നിട്ട് എനർജി ക്വാണ്ടൈസേഷൻ വഴി പോകുന്നതിന് ഇക്വേഷൻ കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. E = hν എന്നതാണ് ആ ഇക്വേഷൻ. E എന്ന് വെച്ചാൽ എനർജിയാണ്, H എന്ന് വെച്ചാൽ പ്ലാങ്ക്സിൻ്റെ കോൺസ്റ്റൻറ്റ്, പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ 6.626 × 10⁻⁻34 ആണ്. അത് ജൂൾ സെക്കൻഡിലുള്ള പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റാണ്. ന്യൂ എന്നത് ഫ്രീക്വൻസിയാണ്. നമുക്ക് C = ന്യൂ ലാംഡ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ന്യൂ എന്നത് C/λ എന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ E = h × C/λ എന്ന രീതിയിലും ചെയ്യാം. ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ NCERT സൊല്യൂഷൻസ് ഇട്ടിട്ടുണ്ട്, അതിൽ നോക്കിയാലും മനസ്സിലാകും. ടെക്സ്റ്റിലും പ്രോബ്ലംസ് സോൾവഡ് ആണ്. പേജ് നമ്പർ 36 അതുകൂടെ റെഫർ ചെയ്യേണ്ടതാണ്, കാരണം എക്സാമിന് ചോദിക്കുന്നതാണ്. ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അടുത്തതായിട്ട് നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന സെക്ഷനിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന് വേണ്ടിയിട്ട് എനിക്ക് എഴുതാൻ വയ്യാത്തത് കൊണ്ട് നമുക്ക് ടെക്സ്റ്റ് നോക്കി പഠിക്കാം. ഓക്കെ, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഹെൻറിച്ച് ഹെഡ്സ് ആണ് ഇവിടെ എക്സ്പെരിമെൻ്റ് നടത്തിയത്. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് ചോദിച്ചാൽ, വേണ്ടുന്ന ഫ്രീക്വൻസിയുള്ള ലൈറ്റ് ഒരു മെറ്റൽ സർഫസിൽ പതിക്കുമ്പോഴത്തേക്ക് അവിടുന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്. ഇറ്റ് ഈസ് ദി ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം എ മെറ്റൽ സർഫസ് വെൻ സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ഈസ് ഫോൾസ് ഓൺ ഇറ്റ് എന്നതാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൻ്റെ എക്സ്പ്ലനേഷൻ. ഇത് കൊണ്ടുവന്നത്, പുട്ട് ഫോർവേഡ് ചെയ്തത് അല്ലെങ്കിൽ കൊണ്ടുവന്നത് ഹെൻറിച്ച് ഹെഡ്സ് എന്ന സയൻറ്റിസ്റ്റാണ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന് നോബൽ പ്രൈസ് കിട്ടിയ സയൻറ്റിസ്റ്റ് ആരാന്ന് ചോദിച്ചാൽ അത് ഹെൻറിച്ച് ഹെഡ്സ് അല്ല, അത് നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അപ്പം ഒന്നുകൂടെ പറയാം. ഇറ്റ് ഈസ് ദി ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം എ മെറ്റൽ സർഫസ് വെൻ സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ഈസ് ഫോൾസ് ഓൺ ഇറ്റ്. hν എന്ന എനർജി പാക്കറ്റ് ലൈറ്റ് ഇവിടെ ഒന്ന് പതിക്കുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. അതിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിറ്റക്ടർ കൊണ്ട് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്തു എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ പോസ്റ്റുലേറ്റ്സ് അല്ലെങ്കിൽ ഹെൻറിച്ച് ഹെഡ്സിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഫസ്റ്റ് ഒബ്സർവേഷൻ എന്നത് ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ഫ്രം ദി മെറ്റൽ സർഫസ് സൂൺ ആസ് ബീം ഓഫ് ലൈറ്റ്. ഓക്കെ, ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് എപ്പോൾ കാണുന്നു എന്ന് ചോദിച്ചാൽ ബീം ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ്. അടുത്ത ദർ ഈസ് നോ ടൈം ലാഗ് ബിറ്റ്വീൻ സ്ട്രൈക്കിംഗ് ഓഫ് ലൈറ്റ് ബീംസ് ആൻഡ് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ദി മെറ്റൽ സർഫസ്. അതായത് ഒരു സെക്കൻഡിൽ ഈ ലൈറ്റ് വന്ന് വീണു, അത് കഴിഞ്ഞ് ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ടേ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും എന്നല്ല, ലൈറ്റ് എപ്പോൾ അവിടെ പതിക്കുന്നോ ലാൻഡ് ചെയ്യുന്നോ ആ ഇൻസ്റ്റൻറ്റിൽ തന്നെ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും എന്നതാണ് പറയുന്നത്. ദർ ഈസ് നോ ടൈം ലാഗ് ബിറ്റ്വീൻ സ്ട്രൈക്കിംഗ് ഓഫ് ലൈറ്റ് ബീം ആൻഡ് ദി ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ദി മെറ്റൽ സർഫസ്. അടുത്ത രണ്ടാമത്തത് എത്ര ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യുന്നു എന്നത് ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ്. എത്രത്തോളം ക്വാണ്ടിറ്റി ഓഫ് hν പാക്കറ്റ് എനർജി പാക്കറ്റ് മെറ്റൽ സർഫസിൽ പതിക്കുന്നോ അതിനനുസരിച്ചായിരിക്കും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നത്. ഇനി ഒരു ഫാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, ത്രഷോൾഡ് ഫ്രീക്വൻസി. ഓരോ മെറ്റലിനും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഡിഫറെൻ്റ് ആണ്. ഫോർ ഈച്ച് മെറ്റൽ ദർ ഈസ് എ ക്യാരക്ടറിസ്റ്റിക് മിനിമം എനർജി µ0. ഇറ്റ്സ് നൗൺ ആസ് ത്രഷോൾഡ് ഫ്രീക്വൻസി. ത്രഷോൾഡ് ഫ്രീക്വൻസിയിൽ താഴെയാണ് ഫ്രീക്വൻസിയിൽ എനർജി വരുന്നതെങ്കിൽ അവിടെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കത്തില്ല. ത്രഷോൾഡ് എനർജിയും അതിന് മുകളിലുമുള്ള ഫ്രീക്വൻസീസ് ഓഫ്
എനർജി വരുമ്പോൾ മാത്രമാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുന്നത് എന്നതാണ് നമ്മളിതിൽ നിന്നും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഒരു ഡെഫിനിഷൻ കൂടി ഫോട്ടോ ഇലക്ട്രിക് എമിഷനെ കുറിച്ചിട്ട് പറയേണ്ടതായിട്ടുണ്ട്. ആ പച്ച രീതിയിൽ അണ്ടർലൈൻ ചെയ്തൊക്കെ നോക്കുക. കൈനറ്റിക് എനർജി ഓഫ് ദി ഇജക്റ്റഡ് ഇലക്ട്രോൺ ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ഫ്രീക്വൻസി ഓഫ് ദി ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്നതാണ്. നമുക്ക് കൈനറ്റിക് എനർജി എന്താണെന്ന് അറിയാമല്ലോ. എന്താണ്? 12mv², അല്ലേ? 12m പേന തെളിയുന്നില്ല. 12mv² ഇസ് ഈക്വൽ ടു hν മൈനസ് hν0 എന്ന ഇക്വേഷനാണ്. 12mv² ഇസ് ഈക്വൽ ടു h ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ0 എന്ന് എഴുതാം. ഈ ന്യൂ0 ആണ് ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. തൊട്ട് മുൻപ് പറഞ്ഞ കാര്യം. h പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്, m മാസും v വെലോസിറ്റി ആണെന്നൊക്കെ അറിയാമല്ലോ. ഓക്കെ, അതെ. ഇങ്ങനെ എഴുതാം. hν ഇക്വൽ ടു hν0 പ്ലസ് 12mv². ആ ഇക്വേഷനെയാണ് നമ്മൾ ഇങ്ങനെ എഴുതിയത്. ഓക്കെ, അപ്പോൾ ഇതിനാണ് പുള്ളിക്കാരന് നോബൽ പ്രൈസ് ഒക്കെ കിട്ടിയത്. എക്സ്പ്ലനേഷൻ ഓഫ് ദി ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. കണ്ടില്ലേ? നല്ല മികച്ച ഒരു വ്യക്തിത്വമാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. പുള്ളീനെ ആദ്യമായിട്ട് ഇങ്ങനെ ഫോട്ടോ കാണുമ്പോഴത്തേക്ക് ഓർമ്മ വരുന്നത് ഈ ഒരു ഇക്വേഷനാണ്. E is equal to mc² എന്ന എനർജി മാസ് കൺവേർഷൻ ഇക്വേഷൻ. അതാണ് ശരിക്കും എല്ലാത്തിൻ്റെയും ബേസിസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനും പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനും എക്സ്പ്ലെയിൻ ചെയ്തതിൻ്റെ അതാണ് ബോർസിൻ്റെ തിയറീസ് ഡെവലപ്പ് ചെയ്തത്. അങ്ങനെയാണ് നമ്മൾ ബോർ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത്. ഇനി നമുക്ക് ബോർ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യാം. നീൽസ് ബോർ എന്ന സയൻറ്റിസ്റ്റാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തത്. നീൽസ് ബോർ, അതുകൊണ്ട് തന്നെയാണ് ബോർസ് ആറ്റം മോഡൽ എന്ന് പറയുന്നത്. പുള്ളിൻ്റെ ഫസ്റ്റ് പോസ്റ്റുലേറ്റ്സ് നോക്കാം. അത് ഓർബിറ്റിൻ്റെ ഡെഫിനിഷനാണ്. ഇലക്ട്രോൺസ് in the hydrogen atom can move around the nucleus in a circular path of fixed radius of energy. നമുക്ക് വേറെ ഡെഫിനിഷൻ കിട്ടും. വെയിറ്റ്. അപ്പോൾ പോസ്റ്റുലേറ്റ്സ് ഇങ്ങനെയാണ്. ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം മൂവ്സ് അറൗണ്ട് ദി ന്യൂക്ലിയസ് ഇൻ എ ഫിക്സഡ് സർക്കുലർ പാത്ത് കാൾഡ് ഓർബിറ്റ്. നേരത്തെ റുദർഫോർഡിൻ്റെ ആറ്റം മോഡലിൽ പറഞ്ഞ കാര്യമാണ്. ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം മൂവ്സ്. ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും ഫിക്സഡ് സർക്കുലർ പാത്ത് എന്ന് പറയണം. ഫിക്സഡ് സർക്കുലർ പാത്തിൽ കറങ്ങുന്നു എന്നതാണ് പുള്ളീൻ്റെ ആദ്യത്തെ പോസ്റ്റുലേറ്റ്സ്. രണ്ടാമത്തെ പോസ്റ്റുലേറ്റ്സ് എന്നത് എനർജി ഓഫ് ഈച്ച് ഓർബിറ്റ് ഈസ് ഫിക്സഡ്. ഓരോ എനർജി ലെവലിൻ്റെയും എനർജി കോൺസ്റ്റൻ്റ് ആണ്, ഫിക്സഡ് ആണ്. അതുകൊണ്ട് തന്നെ ഓരോ എനർജി ലെവലിനെ അല്ലെങ്കിൽ ഓരോ ഓർബിറ്ററിനെയും സ്റ്റേഷനറി ലെവൽ എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. ഇനി അടുത്തത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടുത്തെ എഴുതിയിട്ടുള്ള, അതുകൊണ്ട് നമുക്ക് പിന്നെയും ടെക്സ്റ്റിലേക്ക് പോകാം. ദി എനർജി, അടുത്ത ഈ പോസ്റ്റുലേറ്റ് ആണ്. അതായത് ഒരു ഇലക്ട്രോണിന്, ആറ്റത്തിലിരിക്കുന്ന ഒരു ഇലക്ട്രോണിന് എനർജി കിട്ടിയാൽ അത് എക്സൈറ്റഡ് ആവുകയും ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോവുകയും ചെയ്യും. അവിടെ നിന്ന് അതിന് എനർജി ലോസ് ചെയ്യുമ്പം തിരിച്ച് നോർമൽ സ്റ്റേറ്റിലേക്ക് വരികയും ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ദി ഓർബിറ്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. However, the electrons will move from lower stationary state to a higher stationary state when required amount of energy is absorbed by the electron, or energy is emitted when electrons moves from higher stationary state to lower stationary state. അതായത് ഇലക്ട്രോൺസിന് എനർജി കിട്ടുമ്പോൾ അത് ഹയർ സ്റ്റേറ്റിലോട്ട് പോകും. അവിടെ നിന്ന് എനർജി ലോസ് ചെയ്യുമ്പോഴത്തേക്ക് അത് ലോവർ സ്റ്റേറ്റിലേക്ക് കടന്നു വരും എന്നതാണ് പറയുന്നത്. അടുത്ത പോസ്റ്റുലേറ്റ് നോക്കാം. The frequency of radiation absorbed or emitted when transition occurs between two stationary states in different energy by delta E is given by, അതായത് E2 എന്ന എനർജി സ്റ്റേറ്റിൽ നിന്നും E1 എന്ന എനർജി സ്റ്റേറ്റിലേക്ക് ഒരു ട്രാൻസിഷൻ ഉണ്ടായാൽ അവിടുത്തെ ഫ്രീക്വൻസി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നൊരു ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ ഡെൽറ്റ ഇ ആണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഡെൽറ്റ ഇ എന്നു വെച്ചാൽ E2 മൈനസ് E1 എന്നതാണ്.
E എന്ന് വെച്ചാൽ എനർജി ലെവൽ, ഒരു ഹയർ എനർജി ലെവൽ ടു ലോവർ അല്ലെങ്കിൽ E2 എന്ന ലെവലിൽ നിന്ന് E1 എന്ന ലെവലിലേക്കുള്ള ട്രാൻസിഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസമാണ്. E1, E2 ആർ ദി എനർജീസ് ഓഫ് ദി ലോവർ ആൻഡ് ഹയർ അലൗഡ് എനർജി സ്റ്റേറ്റ്സ് റെസ്പെക്റ്റീവ്ലി. ദിസ് എക്സ്പ്രഷൻ, ഈ എക്സ്പ്രഷന് പറയുന്ന പേര് ബോറിൻ്റെ ഫ്രീക്വൻസി റൂൾ എന്നതാണ്. അടുത്ത നമുക്ക് പോസ്റ്റുലേറ്റിലേക്ക് പോകാം. ആംഗുലാർ മൊമെൻറ്റത്തിനെ കുറിച്ചിട്ടുള്ളതാണ്. ഇതും അത്യധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെൻറ്റം. ആംഗുലാർ മൊമെൻറ്റം ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ എ ഗിവൺ സ്റ്റേഷനറി സ്റ്റേറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എൻ ഇക്വേഷൻ mvr = nh/2π. അതായത് ആംഗുലാർ മൊമെൻറ്റം ഓഫ് ദി ഇലക്ട്രോൺ mvr is equal to the multiple of h/2π എന്ന് നമുക്ക് പറയാം. Angular momentum of the electron is equal to the nh/2π. Angular momentum is integral multiple of h/2π എന്നതാണ്. ഇത് ബോർസിൻ്റെ ഫ്രീക്വൻസി കണ്ടീഷനാണ്. അപ്പം ഇത് ഈക്വേഷൻ. അപ്പോൾ ഇത് ഇത് ബോർസിൻ്റെ ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ എന്ന് പറയും. മനസ്സിലായോ? n times h/2π ആംഗുലാർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു h/2πൻ്റെ n ടൈംസ് ഉണ്ടാവും എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റുലേറ്റ്. അടുത്തതായിട്ട് പറയുന്നത് എക്സ്പ്ലനേഷൻ ഓഫ് ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ എന്നതാണ്. അതായത് ബോർ സയൻറ്റിസ്റ്റ് ഹൈഡ്രജൻ ആറ്റത്തിനെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഈ ഒരു ആറ്റം മോഡൽ കൊണ്ടുവന്നതെന്ന് നമുക്ക് പറയാം. അപ്പം എക്സ്പ്ലനേഷൻ ഓഫ് ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ, അതായത് നമുക്ക് ഹൈഡ്രജൻ്റെ അറ്റോമിക് സ്പെക്ട്ര അല്ലെങ്കിൽ ലൈൻ സ്പെക്ട്രം എടുത്ത് നോക്കുമ്പോഴാണെങ്കിൽ അതിൽ കുറച്ച് ബാൻഡുകൾ കാണും. കുറച്ച് ബാൻഡുകൾ അതിനകത്ത് ഉണ്ടായിരിക്കും. ആദ്യത്തെ ബാൻഡ് ലൈമാൻ എന്ന് പറയും. അടുത്ത ബാൽമർ, ഫാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട് എന്നിങ്ങനെ ബാൻഡുകളായിട്ട് കാണപ്പെടും. അപ്പോൾ ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അറ്റോമിക് സ്പെക്ട്രത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ലൈൻ സ്പെക്ട്രത്തിൽ ഉണ്ടാകുന്ന ബാൻഡുകളെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇലക്ട്രോൺസ് ഓരോ ബാൻഡുകൾ അല്ലെങ്കിൽ ഓരോ ലൈൻ സ്പെക്ട്രത്തിൽ ഉണ്ടാകുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ഇലക്ട്രോൺസിൻ്റെ കോൺട്രിബ്യൂഷനാണ്. അതായത് ഒരു ഇലക്ട്രോൺ ഒരു ലൈനിൽ നിന്നിട്ട് മറ്റൊരു ലൈനിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു എക്സാമ്പിൾ, ന്യൂ ബാർ എന്ന് പറയുന്ന വേവ് നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു ഇക്വേഷനാണ് ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ എന്നതുകൊണ്ടിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഈ ഒരു ഇക്വേഷനും ഇതുകൊണ്ട് വരുന്ന പ്രോബ്ലമുമാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ന്യൂ ബാർ = 1/λ = 1 × 10⁻⁷. റിഡ്ബർഗ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന സാധനമാണിത്. 1.0 അതിനൊരു വാല്യൂ ഉണ്ട്. ഓക്കെ, ഇത് ഞാൻ സിമ്പിളായിട്ട് 1 × 10⁻⁷ എന്ന് എഴുതിയേക്കാണ്. കറക്റ്റ് വാല്യൂ 1.09677 × 10⁻⁷ എന്നാണ്. അപ്പോൾ ഇങ്ങോട്ട് വരാം. ന്യൂ ബാർ = 1/λ = റിഡ്ബർഗ് കോൺസ്റ്റൻ്റ് × 1/n1² - n2² എന്നതാണ്. ഇനി n1ഉം n2ഉം എന്താണ്? ഇത് മീറ്റർ ഇൻവേഴ്സിലുള്ള വാല്യൂ ആണ്. ന്യൂ ബാർ എന്ന് വെച്ചാൽ വേവ് നമ്പറാണ്. ലാംഡ എന്ന് വെച്ചാൽ വേവ് ലെങ്ത് ആണ്. ഇനി n1ഉം n2ഉം ഓരോ ട്രാൻസിഷൻ സ്റ്റേറ്റുകളാണ്. അതായത് n1 എന്നത് ഇപ്പം എന്നിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ലൈമാൻ സീരീസിലുള്ള ആളായിരിക്കും. എന്നിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ ബാർമർ സീരീസിലുള്ളതായിരിക്കും. ഇനി എന്നിൻ്റെ വാല്യൂ 3 ആണെങ്കിൽ ഫാഷൻ, എന്നിൻ്റെ വാല്യൂ 4 ആണെങ്കിൽ ബ്രാക്കറ്റ്, എന്നിൻ്റെ വാല്യൂ 5 ആണെങ്കിൽ ഫണ്ട്. അങ്ങനെയായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടും. ക്വസ്റ്റ്യനിൽ ഇന്നർ ട്രാൻസിഷൻ സ്റ്റേറ്റ് മുതൽ ഇന്നർ ട്രാൻസിഷൻ സ്റ്റേറ്റ് വരെയുള്ള മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വേവ് നമ്പറാണ് അല്ലെങ്കിൽ വേവ് ലെങ്ത് ആണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് ഇത് n എത്ര മുതൽ എത്രയിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഇലക്ട്രോൺസ് എന്നത് വെച്ചിട്ട് ഈ ഇക്വേഷൻ വഴി നമുക്ക് വേവ് നമ്പറും ലാംഡയും കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഇതാണ് ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ്റെ നമുക്ക് അറിയേണ്ടുന്ന ഒരു +1 സ്റ്റുഡൻറ്റിന് അറിയേണ്ട എക്സ്പ്ലനേഷൻ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കും. ഇതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് പഠിക്കുക. പേജ് നമ്പർ 45 കിടപ്പുണ്ട്. ആണ്ട് ഇവിടെ ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. പേജ് നമ്പർ 45 കിടപ്പുണ്ട്. അപ്പോൾ ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജന് ശേഷം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ലിമിറ്റേഷൻസ് ഓഫ് ബോർ മോഡലാണ്. ബോർ ആറ്റം മോഡലിലൂടെ ആയിരുന്നു ഇത്രയും നേരം നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് നടന്നിരുന്നത്. ലിമിറ്റേഷൻസ് ഓഫ് ബോർ ആറ്റം മോഡൽ. ബോർ ആറ്റം മോഡലിലെ ലിമിറ്റേഷൻസ്.
ലിമിറ്റേഷൻസ്, ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ ഫൈൻ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതാണ്. അതുപോലെ രണ്ടാമത്തെ ലിമിറ്റേഷൻ എന്നത് ഹി ഫെയിൽസ് ടു എക്സ്പ്ലെയിൻ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ്. സ്പെക്ട്രൽ ലൈൻസിൻ്റെ സ്പ്ലിറ്റിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇലക്ട്രിക് ഫീൽഡിൽ ഉള്ള സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസിന് പറയുന്ന പേരാണ് സ്റ്റാർക്ക് ഇഫക്റ്റ്. അടുത്ത സീമാൻ ഇഫക്റ്റ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിലുള്ള സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസിന് പറയുന്ന പേരാണ് സീമാൻ ഇഫക്റ്റ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല, കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദി എബിലിറ്റി ഓഫ് ആറ്റം ടു ഫോം മോളിക്യൂൾ ബൈ കെമിക്കൽ ബോണ്ട്. അതായത് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദി എബിലിറ്റി ഓഫ് ദി ആറ്റം ടു ഫോം മോളിക്യൂൾ ബൈ കെമിക്കൽ ബോണ്ട്. ആറ്റത്തിന് കെമിക്കൽ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പുള്ളി പറഞ്ഞില്ല, നീൽസ് ബോർ പറഞ്ഞില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷൻ ഇവിടെ അവസാനിച്ചു. നമുക്ക് അടുത്ത സെക്ഷനിൽ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം മോഡലും അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ അടുത്ത പാർട്ടിൽ അതിൻ്റെ വീഡിയോസ് നമുക്ക് ഉൾപ്പെടുത്താം. എനിവേ താങ്ക് യു, കണ്ടതിൽ നന്ദി. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ കൂട്ടുകാരിലും എത്തിക്കുക. അപ്പോൾ അടുത്ത വീട്ടിലേക്ക് കാണുമ്പോഴേക്കും ബൈ.